കേട്ടില്ല. ചോറിന് TV കാണണം, മാറ്. ബിസിനസ് എല്ലാം അടിപൊളിയായിട്ട് പോകായിരുന്നു. EMI ഒരെണ്ണം പോലും മുടങ്ങാതെ ഞാൻ അടച്ചോണ്ടിരിക്കായിരുന്നു. പെട്ടെന്ന് അമ്മയ്ക്ക് തീരെ വയ്യാതായത്. കയ്യിലുള്ള കാശെല്ലാം അതിനു വേണ്ടി ചെലവായി. ഹോസ്പിറ്റൽസ്, മെഡിസിൻ, അങ്ങനെയൊക്കെ 4 വർഷമായിട്ട് ഞാൻ അടച്ചോണ്ടിരിക്കായിരുന്നു. അത്രയും വർഷം പേ ചെയ്ത് വെറുതെ ആയിപ്പോയി. കഴിഞ്ഞ 4 മാസമായിട്ട് അടച്ചിട്ടില്ല. അതുകൊണ്ട് അവര് കടയും അടച്ച് സീലും വെച്ചു. ചോദിച്ചപ്പോ 4 വർഷമായിട്ട് അടച്ച തുകയെല്ലാം ഇൻട്രസ്റ്റിലേക്കാ പോയത്, മുഴുവൻ തുക അടച്ചാലേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. ഫ്രോഡ് ആൾക്കാരാ. ഇവരെയൊക്കെ പച്ചയ്ക്ക് കത്തിക്കണം. Your order. Thank you. Excuse me. Hello sir, how can I help you? Leg piece കിട്ടാൻ ചാൻസ് ഉണ്ടോ? Sorry? Leg piece. എത്രയാന്ന് പറ. അവൻ ചോദിക്കുന്നതിന് വലിയ കാര്യം. ഓക്കെ എന്ന് പറ. എന്താണ് തുറച്ചു നോക്കുന്നത്? ഓസിലാണോ ചോദിച്ചത്? ഞാൻ പൈസ തരാന്ന് പറഞ്ഞില്ലേ നിന്നോട്? അവരൊക്കെ വലിയ ആൾക്കാരാ, വലിയ കോർപ്പറേറ്റ്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അവരുടെ കയ്യിലും കാലും 3 മാസം സമയം വാങ്ങി ഇപ്പൊ കട തുറന്നിരിക്കാം. ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാലേ 4 പേര് വരും, അങ്ങനെ അങ്ങ് പോയൊക്കെ ചെയ്യും. നമ്മൾ വേണം നോക്കിയും കണ്ടുമൊക്കെ ഇരിക്കാൻ. ഒരു കാര്യം ചെയ്യും, ആ ടേബിളിന്റെ അടുത്തേക്ക് പോകണ്ട, അതാ നിനക്ക് നല്ലത്. ഹായ്. ആഹാ, കൽപ്പന. എന്താ കൽപ്പന, മാവുമായിട്ട് വന്നതാണെന്ന് തോന്നുമല്ലോ. അതെ ബോൾഡേ, അവളുടെ അച്ഛനൊരു പോലീസുകാരനാണ്. അതൊരു അലമ്പ് പോലീസാന്നാ കേട്ടിരിക്കുന്നത്. നമുക്കിത് ശരിയാവില്ല. ഇതൊന്ന് കൊണ്ടുപോയി അകത്ത് വെച്ചിട്ട് വാ. സർ ആദ്യം പോലീസിനെ വിളിക്കും. കൽപ്പന, ഇതൊരു ചെറിയ വിഷയമല്ലേ? ഇതാണോ ചെറിയ വിഷയം? അയ്യോ, ഇവരല്ല ഈ സംസാരിക്കുന്നേ. ഇവര് കുടിച്ചിരിക്കുന്ന ഈ വെള്ളമായി സംസാരിക്കുന്നേ. ഈ കള്ള് ചെയ്യുന്ന തെറ്റിനെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പാവങ്ങളെ. എന്നെ ടച്ച് ചെയ്തിട്ട് ഒരു വൃത്തിയോട് വിളിച്ചു പറയാം. ഇപ്പൊ നിങ്ങൾ പോലീസിനെ വിളിക്കുന്നോ അതോ ഞാൻ വിളിക്കണോ? അയ്യോ, പോലീസിനെ ഒന്നും വിളിക്കണ്ട. ബിസിനസിനെ ബാധിക്കുവന്നേ. ഞാനൊരു സോറി ചോദിച്ചാ പോലെ. നിങ്ങളുടെ സ്വന്തം മോളായിരുന്നെങ്കിൽ ഇങ്ങനെ സോറി കേൾക്കാൻ നിൽക്കോ? എന്താണ് ചിരിക്കുന്നത്? തലമുറ അടിച്ച് ഞാൻ പൊട്ടിക്കും. സോറി പറയാന്ന് പറഞ്ഞല്ലോ സാറേ. പറഞ്ഞു സാറേ. എന്തോന്ന് എന്താ